യുക്തിവാദിയായ ജബ്ബാർ മാഷും യുക്തിവാദത്തിൽ നിന്ന് പുറത്തു വന്ന് ഇസ്ലാം സ്വീകരിച്ച അയ്യൂബ് മൗലവിയും തമ്മിൽ നടന്ന സംവാദത്തിൽ ഖുർആൻ നബിയുടെ ഭാഷയിൽ സ്വന്തം രചനയാണെന്ന് വാദിച്ചുകൊണ്ട് ജബ്ബാർ മാഷ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഖുർആൻ അള്ളാഹു ഇറക്കിയതാണെങ്കിൽ എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹു ദുർഗ്രഹമായ അറബ് ഭാഷയിൽ മാത്രം അത് ഇറക്കിയത് എന്തുകൊണ്ട്? ചൈനീസ് കമ്പനികൾ പ്രൊഡക്റ്റ് മാനുവൽ ഇറക്കുന്നത് പോലെ ഓരോ ദേശക്കാർക്കും അവരുടേതായ ഭാഷയിൽ ഗ്രന്ഥങ്ങൾ ഇറക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും മസ്തിഷ്കത്തിൽ അവർക്ക് വേണ്ടത് പ്രോഗ്രാം ചെയ്യാമായിരുന്നില്ലേ? ഖുർആനിൽ എന്തിനാണ് സാഹിത്യം? ലളിതമായ ഭാഷയിൽ മനുഷ്യർക്കു കാര്യം പറഞ്ഞു കൊടുത്താൽ പോരെ? വ്യാഖ്യാനങ്ങൾ ബ്രാക്കറ്റില്ലാതെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? എന്നിങ്ങനെയാണ് മാഷിൻ്റെ ചോദ്യങ്ങൾ. എങ്ങനെ വിലയിരുത്താം? ആരൊക്കെയാണ് ഇപ്പോൾ ഈ ഹോജാക്കളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജബ്ബാർ മാഷ്, അയ്യൂബ് മൗലവി ഓല് സംവാദം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജബ്ബാർ മാഷ് ഞാൻ കേട്ട ആരോന്ന് എനിക്ക് പറഞ്ഞെന്ന് ഇതിൻ്റെ ഒരു സാമ്പിള്. അയാൾ അറബ് പറയുന്നത് 10ാം ക്ലാസ്സിൽ അറബിൽ പരീക്ഷയ്ക്ക് അയാൾക്ക് 50% മാർക്ക് കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അറബ് നല്ല പറയും. 10ാം ക്ലാസ്സിൽ SSLCക്ക് അയാൾ അറബ് ഐച്ഛിക വിഷയമായിട്ട് അറബായിരുന്നു. അതിലയാൾക്ക് 50% അങ്ങനെ 50 കിട്ടിയിട്ടുള്ളൂ, 50 മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലോണം ഖുർആൻ അറബ് അറിയില്ല എന്ന് പറഞ്ഞുകൂടാന്ന് പറഞ്ഞു എന്നാണ് ആരോ പറഞ്ഞെന്നാണ്. ഇതാണ് അയാളുടെ അറബായിട്ടുള്ള ബന്ധം. അയാളോ അല്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇനി നാളെ ലോകത്തുള്ള ആരെങ്കിലുമോ കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തുള്ള ആരെങ്കിലുമോ ഒന്നും മത്സരിച്ചാൽ എത്തുന്ന വിധത്തിലുള്ള അറബല്ല വിശുദ്ധ ഖുർആനിൻ്റെ അറബ്. എന്നാൽ ആ അറബാവട്ടെ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വളരെ സുവ്യക്തമായ അറബല്ലെന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത അറബികളായ ജനങ്ങൾ ഉപയോഗിക്കുന്ന പദം മാത്രമുള്ള ഒരു വിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ നബിക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ ഖുർആൻ. അപ്പോൾ ഈ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടത് ജനങ്ങളെ വഴി നടത്താനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ജനങ്ങളെ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കാനും ഉള്ളത് മാത്രമാണ് എന്നുള്ള കാഴ്ചപ്പാടെന്നാണ് അയാൾ ഈ പറയുന്നതൊക്കെ പറയുന്നത്. മനസ്സിലിട്ട് കൊടുത്താൽ പോരെ, തിരിയണ ഭാഷയിൽ പറഞ്ഞാൽ പോരെ, മറ്റേതായ പോരെയാണ്. വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം, ഏറ്റവും പ്രധാനമായ ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ദൂതരാകുന്നു, റസൂലാകുന്നു എന്നതിനുള്ള വലിയ ദൃഷ്ടാന്തവും തെളിവുമായിട്ട് സൃഷ്ട്യാതീതമായ ഒരു മുഅ്ജിസത്തും വലിയ ദൃഷ്ടാന്തവുമായിട്ട് നൽകപ്പെട്ടതാണ് ഖുർആൻ. അത് ഖുർആനിനെ പരിശോധിക്കുന്ന ആർക്കും തിരിയും ചെയ്യും. ഖുർആനിൽ അറബികൾ ഉപയോഗിക്കാത്ത ഒരു വേർഡുമില്ല. അറബികളുടെ രീതിയിലുള്ള സംസാരമല്ലാത്ത ഒരു പുതിയ ശൈലിയുമില്ല. എല്ലാം അറബികൾക്ക് സുപരിചിതമായ ശൈലി. ഇങ്ങനെയൊക്കെ ആയിട്ട് പറയുന്ന കാര്യങ്ങളോ കഥകൾ, ചിന്താദീപകമായ ഉപദേശങ്ങൾ, മുൻകാല ചരിത്രങ്ങൾ, വരുംകാലത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ പ്രവചനങ്ങൾ, നല്ല നല്ല തത്വജ്ഞാനങ്ങൾ, ദൃഢതരമായ ഹുജ്ജത്തുകളും ദൃഷ്ടാന്തങ്ങളും തെളിവുകളും, യുക്ത്യാധിഷ്ഠിതമായ പ്രാപഞ്ചിക സൃഷ്ടികർത്തൃത്വത്തിനെയും സൃഷ്ടാവിനെയും സ്ഥിരീകരിക്കുന്ന വലിയ തെളിവുകൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ ഖുർആനിൻ്റെ ഒരു 3 ആയത്ത് എടുത്താൽ, ഒരു 3 ആയത്ത് എടുത്തിട്ട് ആ 3 ആയത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ പദം കൊണ്ടുവരാമെന്ന് ഒരു ഭാഷയിലും ഒരാൾക്കും ഖുർആനെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യമായ അമാനുഷികത എന്ന് പറയുന്ന മുഅ്ജിസത്ത്. സൃഷ്ട്യാതീതമായ അതിൻ്റെ നില ഒരു ഭാഷയിലും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അറബിയിലോ മറ്റൊരു ഭാഷയിലും, അറബി വേണ്ട, 3 ആയത്തെടുത്തിട്ട് ഈ 3 ആയത്തിൻ്റെ പകരം ഞാൻ വേറൊരു ഭാഷ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ 3 ആയത്തിൽ പറഞ്ഞ വിഷയം പറയാൻ ഞാൻ ചില വാക്കുകൾ പറയാം എന്ന നിലക്ക് ഒരാൾ എടുത്താൽ
വിശുദ്ധ ഖുർആനിന്റെ ആ 3 ആയത്തുകളും ഇയാൾ എടുക്കുന്ന ആ 3 ആയത്തിന് സമാനമായ വാക്യങ്ങളും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് സുവ്യക്തമാകും ആർക്കും. അതാർക്കും തെളിയിച്ചു കൊടുക്കാമെന്നാണ് ഖുർആനിന്റെ വാഹകരും ഖുർആനിന്റെ സമർത്ഥകരുമായ പണ്ഡിതന്മാർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ പരിഭാഷപ്പെടുത്താൻ സാധിക്കില്ല എന്നും പരിഭാഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനെ വികൃതമാക്കാനുള്ള പരിശ്രമങ്ങളാണ് എന്നും അത് നിഷിദ്ധമാണ്, ഖുർആനിനെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണ ഇല്ലാതാക്കി തീർക്കും എന്നും ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയതും ഖുർആൻ പരിഭാഷ നിഷിദ്ധമാകുന്നു എന്ന വിധി നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ വന്നതും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ ശരിയായ ആ അർത്ഥത്തിൽ ഖുർആനിനെ മനസ്സിലാക്കാൻ ഈ പരിഭാഷ കൊണ്ട് സാധ്യമല്ല. ഖുർആൻ വളരെ കൊച്ചായ നമ്മളുടെ ഭാഷകൾ, ഇപ്പം ഇയാൾ തന്നെ കണ്ടില്ലേ, ബ്രാക്കറ്റ് കൊടുത്താൽ മാത്രമേ ഖുർആൻ്റെ ആശയം തീരുള്ളൂ. ശരിയാണ്, ബ്രാക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഖുർആൻ്റെ അർത്ഥം പറഞ്ഞു തീരുള്ളൂ. എന്നാൽ അതേ സമയത്ത് ഖുർആൻ പറയുന്ന ആ പ്രയോഗമാണെങ്കിലോ സാധാരണമായി അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ എന്താണ് ബ്രാക്കറ്റിലായിട്ട് കൊടുക്കേണ്ട വിധം കളഞ്ഞതെങ്കിൽ അത് കളയേണ്ടതാണ്, പറയാൻ പാടില്ല. ഉദാഹരണം പറയാം, എന്തൊക്കെയാ നിങ്ങളുടെ വർത്താനം എന്നൊരു സാധാരണക്കാരൻ നമ്മൾ കണ്ട സുഖം നോതി മറുപടി. എന്തൊക്കെയാ നിങ്ങളുടെ വർത്താനം? സുഖം. എനിക്ക് നല്ല സുഖമാവുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ അസ്ഥാനത്താണ് ആ വാക്ക്. എന്താണ് വർത്താനം? സുഖം. ഇങ്ങനെ പറയേണ്ട വാക്യങ്ങളുണ്ട്, കളയേണ്ടത് കളഞ്ഞിട്ടും പറയേണ്ടത് മാത്രം പറഞ്ഞു നിർത്തി. ഓക്കെ, ഇതാണ് സാഹിത്യം. ഈ സാഹിത്യത്തിൻ്റെ ശൈലിയാണ് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പം സാഹിത്യത്തിൻ്റെ ശൈലി ആരുപയോഗിച്ചാലും അത് ബ്രാക്കറ്റ് കൊടുത്തിട്ടോ മുഴുവനാക്കിയിട്ടോ മാത്രമേ അത് കലാമായി ഒരു വാക്യമായി പൂർണ്ണമാവുകയുള്ളൂ. അല്ലെങ്കിൽ വാക്യമായി പൂർണ്ണമാവില്ല. ചോദ്യവും ഉത്തരവും ചേർന്നാൽ വാക്യമാവും. നേരെ മറിച്ച് ചോദ്യം കളഞ്ഞ് ഉത്തരം മാത്രം പറഞ്ഞെടുത്താൽ ബ്രാക്കറ്റ് കൊടുത്തെങ്കിൽ തന്നെ വാക്യമാവുള്ളൂ. അതാണ് സാഹിത്യവാക്യങ്ങളുടെ എല്ലാം രീതി. മനുഷ്യ സാഹിത്യത്തിൻ്റെ തന്നെ നിലവാരം ഇതാണെങ്കിൽ ആ സാഹിത്യത്തിൽ നിന്നപ്പുറം സൃഷ്ട്യാതീതമായ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകളടക്കമുള്ള ആളുകൾക്കും ഒരുമിച്ച് ചേർന്നാൽ വിശുദ്ധ ഖുർആനിലെ 3 സൂക്തത്തിന് തുല്യമായിട്ടുള്ള ഒരു വാക്യം മറ്റൊരു ഭാഷയിലും അവതരിപ്പിക്കാൻ വെല്ലുവിളിയോടുകൂടിയാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. ആർക്കെങ്കിലും കഴിയുമോ? കഴിയില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കും. ഇന്ന് വരെ അതിന് കഴിഞ്ഞിട്ടുമില്ല. ഖുർആന്റെ പ്രതിയോഗികളായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ ക്രിസ്ത്യാനികളാണ്. അവർ കോടിക്കണക്കിന് ഡോളറുകൾ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക വിശുദ്ധ ഖുർആനിനെതിരെ പ്രചരിപ്പിക്കുന്നതിനും അവരുടെ സ്വന്തം മതങ്ങളെയും സ്വന്തം വേദങ്ങളെയും ഒക്കെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ ചെലവഴിക്കുന്നൊരു വിഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി ലോക ക്രിസ്ത്യാനി സംഘങ്ങളും ലോക ക്രിസ്ത്യാനിറ്റിയും ചെലവഴിക്കുന്ന ഭീമമായ തുക. അതൊക്കെ അറിയാവുന്നവർക്ക് പല ഭാഷകളിലുള്ള, അറബി ഭാഷയിൽ തന്നെയുള്ള അവരുടെ വേദങ്ങളുടെ തർജ്ജമകളും എല്ലാം ഉണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു കൂട്ടര് വിശുദ്ധ ഖുർആനിനെ തർജ്ജമ ചെയ്ത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി വന്നു എന്നതല്ലാതെ വിശുദ്ധ ഖുർആനിന്റെ 3 ആയത്തിന് തുല്യമായിട്ടുള്ള സൂക്തം ഞങ്ങൾ പറയാം, വാക്യം ഞങ്ങൾ പറയാമെന്നും പറഞ്ഞ് ഖുർആൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയെ നേരിടാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഒരു സമയത്തും തയ്യാറായിട്ടില്ല. കാലങ്ങൾ എത്രയായി ഖുർആന്റെ വെല്ലുവിളി? ഔതൂബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനിന് തുല്യമായിട്ട് ഒരു സൂക്തമെങ്കിലും ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെന്ന്. വളരെ ചെറിയ അധ്യായം എല്ലാവർക്കും അറിയാം. ഒരു വരിയിൽ എഴുതി തീർത്ത അധ്യായമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് പറഞ്ഞ വാക്യം. ഇതിൻ്റെ പരിഭാഷയായിട്ട് എഴുതാം എന്നല്ലാതെ, നേർപരിഭാഷ എന്ന് പറഞ്ഞാൽ പരിഭാഷയൊന്നും അല്ലത്, പക്ഷേ പരിഭാഷ എന്ന് ജനങ്ങൾ വിചാരിക്കണമാതിരി എഴുതാം എന്നല്ലാതെ ഇതേ പറഞ്ഞ ആശയം ഒരു 3 വാക്യങ്ങളിൽ ഇതേപോലെ അവതരിപ്പിക്കാൻ ഒരു ഭാഷയിലും സാധ്യമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അത് ഖുർആന്റെ ഏത് ഭാഗത്തിട്ട് ഒരു 3 ആയത്തെടുത്താലും ആ 3 ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയം എന്താണോ ആ വിഷയത്തെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ പൂർവ്വ ചെയ്യപ്പെട്ട ഒരു ഭാഷയിലെ ഒരു വാചകം കൊണ്ടും ഒരാൾക്കും സാധ്യമല്ല ഖുർആനിന് സമാനമായി എന്ന് ഖുർആന്റെ വെല്ലുവിളിയാണ്.
ആ വെല്ലുവിളിയെ വെല്ലുവിളിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ വെല്ലുവിളി ശരിയായൊരു വെല്ലുവിളി തന്നെയാണ്, ആർക്കും അതിനെ നേരിടാൻ കഴിയില്ല എന്ന് സമർത്ഥിക്കാനും ബോധ്യപ്പെടുത്താനും മുസ്ലിം പണ്ഡിതന്മാർ എവിടെയും തയ്യാറാണ്, എന്നും തയ്യാറാണ്. മുസ്ലിം പണ്ഡിതന്മാർ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണത്. അങ്ങനെയുള്ളവർ ഏതെങ്കിലും വചനം കൊണ്ടുവരികയോ വാക്യം കൊണ്ടുവരികയോ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് പരിഹസിക്കുകയോ ഹസിക്കുകയോ ചെയ്യുന്നത് മാറ്റി, ഇന്ന സൂക്തത്തിന് ബദലായിട്ട് ഞങ്ങളിതാ ഇന്നത് അവതരിപ്പിക്കാം, ഏതെല്ലാം മുസ്ലിം പണ്ഡിതന്മാരുണ്ട് അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് അവർ കൊണ്ടുവരുന്നതിലുള്ള ന്യൂനതകൾ ഒന്നൊന്നായി വിവരിച്ചു കൊടുക്കാൻ കഴിയും. സാഹിത്യ ന്യൂനതകൾ. ഇതാണ് വിശുദ്ധ ഖുർആൻ. ആ മഹത്തായ മോചിതത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. ജനങ്ങളെ വഴി നടത്താനും ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാനുമുള്ള വിവരങ്ങളാണെങ്കിൽ നബിക്ക് വഹി നൽകിയിട്ട് നബി അങ്ങനെ ഉപദേശിച്ചു കൊടുത്താൽ പോലെ. അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നബി പഠിപ്പിച്ചതും. ഹദീസുകളല്ലേ ഖുർആനേക്കാൾ ധാരാളം. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെക്കാൾ ധാരാളം ഹദീസിന്റെ വചനങ്ങളല്ലേ. അപ്പം വിഷയം പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല, മുൻവേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ വേദം തന്നെ നബി അള്ളാഹു അയച്ച ദൂതനാണ്, സത്യദൂതനാണ് എന്നതിന് സത്യസന്ധമായ തെളിവാണ്, ദൃഷ്ടാന്തമാണ് എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം. അതിന് അതിൻ്റെതായ ബഹുമതിയും അതിൻ്റെതായ ഗാംഭീര്യവും അതിൻ്റെതായ പ്രകാശഭംഗിയും അതിൻ്റെതായ കോർവ ഭംഗിയും അതിശയകരമായ കോർവയും ഒക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ ജബ്ബാർ മാഷോ അതുപോലത്തെ ഏതെങ്കിലും മാഷുമാർക്കൊന്നും വഴിയില്ല. മാഷ് എന്നല്ലപ്പോൾ ആൾ പറഞ്ഞാൽ ആയിട്ടുള്ളൂ. വല്ല അറബ് മാഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാഷൊക്കെ അല്ലേ ആവുള്ളൂ. ഇവിടെ അതിലൊക്കെ എത്ര വലിയ 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 വിദ്വാൻമാരുണ്ട്. അറബി ഭാഷ പടുക്കളായ സാഹിത്യകാരന്മാരായ എത്രയോ എത്രയോ ആളുകളുണ്ട്. അവരോടാണല്ലോ ഖുർആന്റെ വെല്ലുവിളി ഉണ്ടായത്. എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷുകാരോട് വെല്ലുവിളിയില്ല എന്നല്ല, മലയാള സാഹിത്യകാരന്മാരോട് വെല്ലുവിളിയില്ല എന്നല്ല. മലയാള സാഹിത്യകാരന്മാരോടും ലോകഭാഷകളിലുള്ള എല്ലാ സാഹിത്യകാരന്മാരോടും ഖുർആന്റെ വെല്ലുവിളിയുണ്ട്. ഏതെങ്കിലും ഒരു 3 ആയത്തിന് തുല്യമായിട്ടുള്ള ആയത്ത് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്ത ആ വെല്ലുവിളി നേരിടാൻ പ്രാപ്തരായിട്ടുള്ള ഒരാളുമില്ല. അപ്പം ആശയം മനസ്സിലാക്കുക. അതിന് ലളിതമായ ഭാഷ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അറബികൾ ഉപയോഗിക്കുന്ന ഭാഷയെ, അറബികൾ ഇപ്പം ഉപയോഗിക്കുന്ന ഭാഷയാണ് ഓല് പറഞ്ഞ ലളിതമായ ഭാഷ. ഓൽക്ക് ലളിത അതേക്കാരം. പക്ഷെ ഭാഷാ സാഹിത്യത്തിൽ അതിനൊരു സ്ഥാനമല്ലല്ലോ. നമ്മളെ നാട്ടിലെ മാമികൾ സംസാരിക്കുന്ന മലയാളമോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന മലയാളമോ മലയാള ഭാഷയ്ക്ക് പകരം കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുന്ന, സാഹിത്യത്തിന് ബദലായി കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലത്തെ ഒരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം. അങ്ങനത്തെ കൊണ്ടുവന്നാൽ പോരെയെന്ന്. ഇത് ഖുർആൻ കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സത്യദൂതനാണെന്ന് തെളിയിക്കാനുള്ള ദൃഷ്ടാന്തമായ മുഅ്ജിസത്തായിട്ടാണ്. അതിന് അല്ലാഹു തആല അവന്റെ ദൂതന്റെ മേൽ അവതരിപ്പിച്ചതാണ്. ആ അവതരിപ്പിച്ച ദൃഷ്ടാന്തത്തെ പൊടിക്കാൻ കഴിയുന്നതോ അവരുടെ വെല്ലുവിളിയെ എതിർക്കാൻ കഴിയുന്നതുമായ വല്ല കഴിവോ സന്നദ്ധതയോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അത് ഏത് യുക്തിവാദിയായാലും വേണ്ടില്ല, ഏത് മതവാദിയായാലും വേണ്ടില്ല, ഏത് മതക്കാരനായാലും വേണ്ടില്ല, ഏത് വൻ രാഷ്ട്രങ്ങളായാലും വേണ്ടില്ല, രാഷ്ട്രീയ ശക്തിയുടെ പിൻബലത്താലുള്ളവരായാലും വേണ്ടില്ല, ആർക്കെങ്കിലും അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി നേരിടാൻ കഴിയുമെന്നുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ അതറിയിക്കട്ടെ. അപ്പോൾ മുസ്ലിം ലോകവും മുസ്ലിം പണ്ഡിതന്മാരും അവർക്ക് കാതുകൊടുക്കും, ശ്രദ്ധിക്കും. നേരെ മറിച്ച് ഖുർആൻ അങ്ങനെ ആക്കിയൂടെ, ഇങ്ങനെ ആക്കിയൂടെ, ഇപ്പറാക്കിയൂടെ എന്നുള്ള നിഷേധികളുടെ ചോദ്യം അതവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്കതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് സംവാദങ്ങളും നടത്തുക, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. അതവരങ്ങനെ പറഞ്ഞോട്ടെ.